നമ്മളെപ്പോഴും ഒരേ സമയത്ത് തന്നെ വി ഡി സതീശനെതിരെയുള്ള ആരോപണം അദ്ദേഹം ഏകാധിപതിയാണെന്ന് പറയുന്നു. പിന്നീട് പറയുന്നു അദ്ദേഹം അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ആളാണെന്ന് പറയുന്നു. ഇത് ഏതാ വിശ്വസിക്കേണ്ടത്? അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ആളാണ്, ഏകാധിപതിയാണ്, ഇതെല്ലാമാണ് വി ഡി സതീശൻ. വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ CPM-നേക്കാൾ വലിയ ശത്രു ആരാണോ? തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയായിരിക്കും. KC വേണുഗോപാൽ തീർച്ചയായും. കാരണം KC വേണുഗോപാൽ എന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അതിൽ തന്നെ. അതാണ് അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ഈ പറയുന്ന PK കുഞ്ഞാലിക്കുട്ടി പറയുന്നിടത്തെല്ലാം ഒപ്പുവെക്കുന്ന ആളെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊക്കെ എങ്ങനെയാ പറയാ? അത് തോന്നുന്നില്ല. മുസ്ലിം ലീഗിന്റെ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന് വേണ്ടിയിട്ടാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് പറയുന്നത്. ഒരു സംശയം വേണ്ട. ഇത് കൂവി തോൽപ്പിക്കുക എന്ന് പറയുന്നത് വേറെ പരിപാടി തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരിക്കലുമല്ല. രാജേഷ് നമസ്കാരം. നമസ്കാരം. ഇന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്. പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വാർത്ത വരുന്നുണ്ട്. പ്രധാനമായിട്ടും അത് മീഡിയ വണ്ണിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയായതുകൊണ്ട് അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷേ അത് ന്യൂസ് മലയാളം 24 അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊരു വസ്തുത ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെ അവരിൽ നിന്നൊരു മറുപടി നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗിന്റെ നേതൃയോഗത്തിൽ നയിച്ചവൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയെന്ന് പറഞ്ഞു. വി ഡി സതീശൻ കഴിഞ്ഞ 5 വർഷം എങ്ങനെ നയിച്ചു, എന്തിനു നയിച്ചു, എന്നാ നയിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. എന്തായിരിക്കും അങ്ങനെ മുസ്ലിം ലീഗ് ഒരു തീരുമാനം എടുക്കാൻ കാരണം? കോൺഗ്രസിൽ ഈ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട് ഉള്ള തർക്കം രൂക്ഷമായ സമയത്ത് മാധ്യമങ്ങൾ അവരുടെ പ്രതികരണം ആരാഞ്ഞിരുന്നു. മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരുടെ അടുത്തുനിന്നും പ്രതികരണം ആരാഞ്ഞിരുന്നു. ആ സമയത്തൊക്കെ PM സലാം ആയാലും ശരി, കുഞ്ഞാലിക്കുട്ടി ആയാലും ശരി, മറ്റ് നേതാക്കന്മാരൊക്കെ പ്രതികരിച്ചിരുന്നത് കോൺഗ്രസ് ആരെ മുഖ്യമന്ത്രി ആയിട്ട് പ്രഖ്യാപിച്ചാലും ഞങ്ങളതിനെ പിന്തുണയ്ക്കുമെന്നാണ്. കാരണം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി ആരാണെന്ന്. അതിന് നമുക്ക് പറയേണ്ടതായ ചില അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങളുടെ അഭിപ്രായം പറയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കോൺഗ്രസ്സിന് ഞങ്ങൾ ഈ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്നതിനെക്കുറിച്ച് അവർക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചില സൂചനകൾ ഞങ്ങളും കൂടെ തീരുമാനിക്കും. തങ്ങളും കൂടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് തങ്ങളല്ല എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും മുസ്ലിം ലീഗിന് യഥാർത്ഥത്തിൽ ചില കാഴ്ചപ്പാടുകൾ ഇതിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമമായ തീരുമാനം കൈക്കൊള്ളാൻ പറ്റുകയുള്ളൂ. അത് ഘടകകക്ഷികളുമായി ആലോചിക്കണം എന്നുള്ളത് നിയമമൊന്നും അല്ലെങ്കിൽ പോലും അതിനൊരു ചില ധാർമ്മികതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തീർച്ചയായും ഒരു 10-22 സീറ്റുകളിലേക്കൊക്കെ ലീഗ് ഉയരുകയും അവർക്ക് ഒരു പ്രത്യേക തരത്തിലൊരു അപ്രഭാവത്വം വരും. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അപ്രഭാവത്വം വന്നു കഴിഞ്ഞാൽ ലീഗിനെ കേൾക്കാതെ കോൺഗ്രസിന് ഏകപക്ഷീയമായി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് വി ഡി സതീശൻ ചെയ്തത്, അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ പ്രവർത്തന മികവ് എന്താണ് എന്നുള്ളത്. വി ഡി സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ശരിക്കും നല്ല തരത്തിൽ തന്നെ ഒരു ശ്രദ്ധേയനായ ഒരു നേതാവായി വളരുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. ലീഗിനും അത് ബോധ്യപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് ലീഗിനൊരിക്കലും വി ഡി സതീശനെ അത്ര അങ്ങോട്ട് തള്ളി പറയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളിതിൽ കാണേണ്ടത്. ലീഗിന് അതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട്. നമ്മളതിലേക്ക് അത്ര അങ്ങോട്ട്. പക്ഷേ ആ കാരണം പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വയ്യ രാജേഷ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഡി സതീശന്റെ ശത്രുക്കൾ കോൺഗ്രസിനകത്താണ്. പക്ഷേ ഈ രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിന്റെയും K സുധാകരന്റെയും ഒക്കെ ശത്രുക്കൾ കോൺഗ്രസിന് പുറത്താണ്. അല്ലല്ല, പാർട്ടിയിലുണ്ട് അവർക്ക് ശത്രുക്കൾ. അല്ല, ഉണ്ടെങ്കിൽ തന്നെ വി ഡി സതീശനെ പോലുള്ള ആളുകൾ മാത്രമാണ് ഇവരെ ശത്രുവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ കോൺഗ്രസ് രാഷ്ട്രീയമാണ് പറയുന്നത്. അതായത് KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തല ആയാലും K സുധാകരനായാലും ഈ പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താനാണെങ്കിലും എന്തിനേറെ പറയുന്നു ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ പോലും പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയമാണ് പറയുന്നത്. എന്നാൽ വി ഡി സതീശൻ പറയുന്ന രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് എന്തുകൊണ്ട് വി ഡി സതീശനെ നിർദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ആളുകളാണ് മുസ്ലിം ലീഗ് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ട് രാജേഷേട്ടനെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വി ഡി സതീശനെ പോലുള്ളൊരു മുഖ്യമന്ത്രി നിർത്തിക്കഴിഞ്ഞാൽ പല അഡ്ജസ്റ്റ്മെന്റുകളും, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള ബന്ധങ്ങളെ ഒന്നും നമുക്ക് തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആ ബന്ധങ്ങളെ ഒക്കെ
ഏത് രീതിയിൽ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്നത്. അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ, ഒരുപക്ഷെ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധമില്ല. അത് കൂടാതെ തന്നെ ശ്രീ കെ കരുണാകരൻ്റെ ശിഷ്യന്മാരാണ് ഈ പറഞ്ഞ കെ സി വേണുഗോപാലും അതോടൊപ്പം തന്നെ ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അവർക്ക് കൃത്യമായിട്ട് വേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ മുസ്ലിം ലീഗിനെ നിലയ്ക്ക് നിർത്തണം എന്ന രീതിയിലുള്ള ചിന്തകൾ പോകും. അതേസമയം സതീശനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി കസേര നിലനിർത്താൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഡി സതീശന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയാണ്. അല്ല, അത് തെറ്റാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഞാൻ എന്റെ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അത് എല്ലാ കാലത്തും ബി ഡി സതീശനെ കുറിച്ചുള്ള ആരോപണം ഇത്തരത്തിലുള്ള ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ മൊത്തം ഈ പറഞ്ഞ കെ സിക്കെതിരെയും ഈ പറഞ്ഞ ആർ സിക്കെതിരെയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി ഈ പറഞ്ഞ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഭരണം നടത്താൻ വേണ്ടി പോകുന്നത് മുസ്ലിം ലീഗാണ് എന്നൊരു രീതിയിലുള്ള ഒരു പ്രചരണം ഭൂരിപക്ഷ വർഗീയ ശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് വരും നാളുകളിൽ അവരുടെ വളർച്ചയ്ക്ക് കാരണമാകും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം എങ്കിലും മുസ്ലിം ലീഗ് കാണിക്കണം. മുസ്ലിം ലീഗ് ഒരു കാരണവശാലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി നിൽക്കരുത്. അവർ രഹസ്യ സ്വഭാവത്തോടു കൂടി അവർക്ക് വേണമെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ അടുക്കൽ അഭിപ്രായം പറയാം. മറിച്ച് ഈ മീഡിയ വൺ ചാനലിലൂടെയൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രതികരണങ്ങൾ പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗാണ് കേരളത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള പ്രചരണം കേരളത്തിൻ്റെ മതേതര ഭൂമിക്ക് ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ മുറിവായിട്ട് മാറും. സിബി, ഇത് ഞാൻ ഒറ്റ കാര്യം പറയാം. അത് നേരത്തെ ഈ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടക്കുന്ന സമയത്ത് വലിയ രീതിയിൽ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ സുകുമാരൻ നായരും രണ്ടുപേരും NSSൻ്റെയും അതുപോലെ തന്നെ SNDPയുടെയും രണ്ട് നേതാക്കന്മാർ നടത്തി വലിയ അധിക്ഷേപമുണ്ട്. കാരണം വി ഡി സതീശൻ എന്ന് പറയുന്നത് NSSനും താല്പര്യമില്ല, SNDPക്കും താല്പര്യമില്ലാത്തൊരു കോൺഗ്രസ് നേതാവെന്ന് എല്ലാവർക്കും അറിയാം. ഇവർ രണ്ടുപേരും അതിശക്തമായിട്ട് വി ഡി സതീശനെതിരെ നേരത്തെ തന്നെ ഈ പ്രൊപ്പഗണ്ടയായിട്ട് വന്നിട്ടുണ്ട്, നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ആരോപണം എന്താണ്? ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായും മുസ്ലിങ്ങളായിരിക്കും ഇവിടെ ആധിപത്യം ഉണ്ടാക്കുകയെന്നും മുസ്ലിങ്ങളായിരിക്കും കേരളത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുക എന്നുള്ള രീതിയിലുള്ള ചില നറേറ്റീവ്സ് ഈ ഇവിടെ എയറിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ തുടർച്ചയാണിത്. അതൊന്നും ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്ന് പറയാൻ വേണ്ടി നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് സാമുദായിക നേതാക്കന്മാർ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് വരുന്നത് പോലെയല്ല, സംഘപരിവാർ ശക്തികളുടെ പിന്തുണയോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന BJP ഈ ആരോപണങ്ങൾ അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവരും. അത് നിസ്സാരമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. രാജേഷേട്ടൻ തന്നെ ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗ് കൂടുതലായിട്ട് ഈ പറഞ്ഞ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇടപെടലുകൾ നടത്തിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പം നമുക്ക് നേരത്തെ ഉമ്മൻചാണ്ടിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയത കുറച്ചും കൂടി വളരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? അഞ്ചാം മന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദവും ഒടുവിൽ അഞ്ചാമത്തെ ഒരു മന്ത്രി മഞ്ഞളാംകുഴി അലിയെ പിന്നീട് ഒരു മന്ത്രിയാക്കി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി 6 മാസത്തിന് ശേഷം. ഈ ഒരു സാഹചര്യമാണ് പിന്നീട് ഇവിടെ ഏറ്റവും കൂടുതൽ RSSനെ പോലെയുള്ള ഈ സംഘപരിവാർ ശക്തികൾ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനവും അതുപോലെ തന്നെ ഏറ്റവും കീ ആയിട്ടുള്ള വകുപ്പുകളും ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് വലിയ സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഹിന്ദുത്വ അജണ്ട ഉയർത്തി നിൽക്കും. അല്ലെങ്കിൽ ഹിന്ദുക്കൾ ചിലപ്പോൾ ഇതൊരു വലിയ ഭൂരിപക്ഷ വർഗീയത ഇവിടെ വളരാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു സംഭവം, അതായത് നേരത്തെ തന്നെ എന്താണ്, സതീശൻ ഒരിക്കലും ഒരു വർഗീയ ശക്തിക്കും പിന്തുണ കൊടുക്കുന്ന ആളല്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളല്ല എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ ഉദാഹരണങ്ങൾ ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം NSSൻ്റെയും SNDPയുടെയും ഗുഡ് ബുക്കിൽ ഇല്ല എന്നുള്ളതുകൊണ്ട് എന്നാൽ പിന്നെ അദ്ദേഹത്തെ എന്താക്കാം, മുസ്ലിം വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്ന ഒരാൾ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാം. 3 ഉദാഹരണങ്ങൾ ഞാൻ എടുത്തു വയ്ക്കാം. ഉദാഹരണങ്ങളല്ല, ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി, വി ഡി സതീശൻ എന്ന വ്യക്തിയുടെ പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത്. അതായത് ഭൂമി ഉരുണ്ട ഒരു ഗോളമായിരിക്കുമെന്ന് ശാസ്ത്രലോകം കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രവാചകൻ ഇത് പ്രവചിച്ചിരുന്നു എന്ന്
പറയുന്നത് ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിട്ടാ? ഏത് പുസ്തകത്തിൽ അത് വായിച്ചിട്ടുള്ളത്? അതങ്ങനെ പ്രീണനൊക്കെ ആയിട്ടാണോ അദ്ദേഹം അല്ല, അത് ഏത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്? അദ്ദേഹം എവിടെയോ വായിച്ച ഒരു സാധനം ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു പ്രതിപക്ഷ നേതാവ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ആളുടെ പ്രസ്താവനയാണ്. അടുത്ത പ്രസ്താവന ഞാൻ പറഞ്ഞുതരാം. അതായത് ലത്തീൻ സഭയുടെ ആസ്ഥാനത്ത് വി.ഡി. സതീശൻ ചെല്ലുന്ന സമയത്ത് അവരുടെ നിലപാട് കർക്കശമായിട്ട് തന്നെ അവർ പറയുന്നു. ആ പറഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി വന്നതിന് ശേഷം പറഞ്ഞു ലത്തീൻ സഭയുടെ വോട്ട് ബാങ്ക് അത് അവർ തന്നെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം എന്തിനാണ് എറണാകുളം എം പി ആയിട്ടുള്ള ഹൈബി ഈഡനെയും കൂട്ടിക്കൊണ്ട് എല്ലാ ഇടവക പള്ളികളിൽ കൂടെയും വി.ഡി. സതീശൻ കയറി ഇറങ്ങിയത്? അല്ല, അദ്ദേഹം പറഞ്ഞെന്താണ്, ലത്തീൻ സഭാംഗമായ ഒരാളിനെ മാത്രമേ ഈ കൊച്ചിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ഒരു പ്രസ്താവന വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്, ഇത്തരം സമ്മർദ്ദങ്ങളൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം ഒരു വർഗീയ ശക്തികളും അല്ലെങ്കിൽ ഒരു സാമുദായിക ശക്തികളും അതുപോലെ തന്നെ NSS, SNDPയും കത്തോലിക്ക സഭയും ഒന്നും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തി അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നാ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മനോജ് മൂത്തേടൻ എങ്ങനെയാണ് പെരുമ്പാവൂർ സ്ഥാനാർത്ഥിയായത്? കത്തോലിക്ക സഭയുടെ നോമിനി അല്ലേ അത്? അങ്ങനെ പല സ്ഥലങ്ങളിലും പല തരത്തിൽ ആരോപണങ്ങളുണ്ടെന്നേ. അല്ല, ആരോപണങ്ങളല്ല. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് കൃത്യമായിട്ട് ധാരണയുള്ള ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം. SNDP ജനറൽ സെക്രട്ടറി ആയിട്ട് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് കോംപ്രമൈസിലെത്താൻ വേണ്ടിയിട്ട് വി.ഡി. സതീശന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം സമ്മതിക്കാത്തതാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യം. ഈ വെള്ളാപ്പള്ളി നടേശന് വല്ല സ്വീകാര്യത ഉണ്ട്? അത് രണ്ടാമത്തെ കാര്യം. അയാൾ എന്നെ പറഞ്ഞല്ലോ. അല്ല, ഇത് രണ്ടാമത്തെ കാര്യം. അത് കൂടാണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ഈ സെന്റ് തോമസ് മൗണ്ട്, നമ്മുടെ കാക്കനാടല്ല, ഈ സെന്റ് തോമസ് മൗണ്ടിലേക്ക് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് രാത്രിയുടെ മറവിൽ സ്വകാര്യ വാഹനത്തിൽ പോകേണ്ട എന്ത് കാര്യം ഇരിക്കുന്നു? ഈ ഇലക്ഷൻ സമയത്ത് രാത്രിയുടെ മറവ് എന്നൊക്കെ പറയുന്നത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പത്തെ കാര്യം. ഔദ്യോഗിക ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ല എന്നുള്ളൂ. പ്രഖ്യാപിക്കുന്നതിന് മുമ്പത്തെ കാര്യമാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് പലരെയും കണ്ടെന്ന് വരും. ഞാൻ പറയുന്നത്, പക്ഷേ പലരെയും കണ്ടെന്ന് വരും എന്ന് പറഞ്ഞിട്ട് അവരെഴുതി കൊടുത്ത സ്ഥാനാർത്ഥികളെ ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നൊന്നും പറയുന്നത് അർത്ഥമില്ല. നടക്കാതെ വന്നപ്പോ നിങ്ങൾ പുതിയൊരു സാധനമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണെന്നുള്ള ആരോപണം അതിശക്തമായിട്ട് തന്നെ നിലനിൽക്കെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റിയ ഒരാള് എന്ന് പറയുന്നത് വി.ഡി. സതീശൻ മാത്രമാണ്. ഇത്രയും കാലം ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാം, അദ്ദേഹം ഏകാധിപതിയാണെന്നും പിണറായിയുമായിട്ട് ഏറ്റുമുട്ടി അവസാനം പിണറായിയേക്കാൾ വലിയ ഏകാധിപതിയായി മാറി എന്നുള്ള ഒരേ സമയത്ത് തന്നെ വി.ഡി. സതീശനെതിരെയുള്ള ആരോപണം അദ്ദേഹം ഏകാധിപതിയാണെന്ന് പറയുന്നു. പിന്നീട് പറയുന്നത് അദ്ദേഹം അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ആളാണെന്ന് പറയുന്നു. ഇത് ഏതാ വിശ്വസിക്കേണ്ടത്? അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ആളാണ്, ഏകാധിപതിയാണ്, ഇതെല്ലാമാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ ഇതെല്ലാം ആണെങ്കിൽ പിന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറയും. കാരണം അറിയാം, പക്ഷെ കുര്യന്റെ കുര്യൻ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ഈ പറയുന്ന PK കുഞ്ഞാലിക്കുട്ടി പറയുന്നിടത്തെല്ലാം ഒപ്പുവെക്കുന്ന ആളെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊക്കെ എങ്ങനെയാ പറയാ? ഞാൻ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 5 വർഷക്കാലം ഇപ്പോൾ ഞാൻ പറയട്ടെ, വി.ഡി. സതീശനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ CPM-നേക്കാൾ വലിയ ശത്രു ആരാണ്? തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയായിരിക്കും. KC വേണുഗോപാൽ തീർച്ചയായും. കാരണം KC വേണുഗോപാൽ എന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അതിൽ തന്നെയുണ്ട്. KC വേണുഗോപാൽ ശത്രു എന്നല്ലല്ലോ. അതായത് ഇദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ നടത്തിയ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതായിരിക്കുമല്ലോ ഈ തെരഞ്ഞെടുപ്പ്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എന്താ രമേശ് ചെന്നിത്തല അങ്ങനെ പറയുന്നത്? അല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ പറയേണ്ട ഔദ്യോഗികമായിട്ടൊരു ഒന്നുമില്ലല്ലോ. കഴിഞ്ഞൊരു ടേമിൽ അദ്ദേഹം ഇവിടെ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ സാധിക്കാതെ പോയതിന് കാരണം വെച്ചാൽ കോവിഡിന്റെ എല്ലാ കാലത്തും പിന്നെയും എന്തിനാണ് RC എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുത്തിരുന്നു, പാർട്ടി മുന്നണി അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുത്തിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത്തവണ വളരെ ചടുലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വി.ഡി. സതീശൻ ഈ പാർട്ടി അധികാരത്തിലെത്തി തീർച്ചയായും അദ്ദേഹത്തെ സ്വീകരിക്കേണ്ട, അല്ലെ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? UDF-ലെ രണ്ടാമത്തെ കക്ഷി എന്നുള്ള രീതിയിൽ ലീഗിനുണ്ട്. അത് ലീഗ് ധാർമ്മികതയുടെ കൂടെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തവണ വി.ഡി. സതീശന് പിന്തുണ കൊടുക്കണം. വി.ഡി. സതീശനെ ലീഗ് മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി ഞാൻ മുസ്ലിം ലീഗിന്റെ അഡ്ജസ്റ്റ്മെന്റ് പൂഴിക്കടകനാണ് നിങ്ങൾ ഇപ്പൊ പൂഴിക്കടകന. മുസ്ലിം ലീഗിന്റെ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്
വേണ്ടിയിട്ടാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഒരു സംശയം വേണ്ട. ഇത് കൂവി തോൽപ്പിക്കുക എന്ന് പറയുന്നത് വേറൊരു പരിപാടി തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരിക്കലുമല്ല. ഞാൻ നിങ്ങൾ വാശിക്ക് വേണ്ടി ഇത് പറഞ്ഞു. പക്ഷേ വി.ഡി. സതീശൻ, ഞാൻ എപ്പോൾ പറയുന്ന പോലെ തന്നെ എനിക്ക് വി.ഡി. സതീശന് വേണ്ടി ഹാജരാവാനുള്ള ഫീസൊന്നും ഞാൻ മേടിക്കുന്നില്ല ആരടയ്ക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഇദ്ദേഹം ഈ 5 വർഷക്കാലം ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ഈ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി ഊർജ്ജം നൽകാൻ വേണ്ടി ആര് തയ്യാറായിട്ടുണ്ട്? ലീഗ് തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ലീഗ് അദ്ദേഹം മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറയുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള മറ്റ് എന്തെങ്കിലും ജമാഅത്ത് പൊളിറ്റിക്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. ഇതൊക്കെ വേണമെങ്കിൽ ഒരു ശത്രുവിനെ ഏതൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചും ഇല്ലാതാക്കാം, നല്ലതാ. ആരോപണങ്ങളല്ലല്ലോ, നമ്മൾ വസ്തുതകൾ വെച്ചിട്ടല്ലേ സംസാരിക്കുന്നത്. വസ്തുതയില്ല, നമ്മൾ വസ്തുതകൾ വെച്ചിട്ടല്ലേ സംസാരിക്കുന്നത്. സെന്റ് തോമസ് മൗണ്ടിൽ പോയത്, ലത്തീൻ സഭയുടെ ആസ്ഥാനത്ത് പോയത്, ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ധാരണ ഉണ്ടാക്കി, വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലേ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശനൊക്കെ കുറെ കാലമായി വി.ഡി. സതീശൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ വി.ഡി. സതീശന് അദ്ദേഹവുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നെന്ന് തീർച്ചയായും. കാരണം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ നിലയിൽ ഈ സാമുദായിക നേതാക്കന്മാരോട് പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും ഇവരുടെ ഗുഡ് ബുക്കിൽ ഒന്നും ഇടാതെ പോയത് എന്തുകൊണ്ടാണ്? ഇവരൊന്നും അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ആളല്ലാത്തതുകൊണ്ട് തന്നെ. അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ആളായിരുന്നെങ്കിൽ ഒരിക്കലും വി.ഡി. സതീശനെതിരെ ഈ പറയുന്ന സാമുദായിക നേതാക്കന്മാരൊന്നും വാളെടുക്കില്ല. സാമുദായിക നേതാക്കന്മാരല്ലോ. കാരണം ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വി.ഡി. സതീശന്റെ ശത്രുക്കൾ ഉള്ളത് കോൺഗ്രസിനകത്താണ്. അത് കെ.സിയും ആർ.സിയും തന്നെയാണ്. അതേസമയം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് എന്നും അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് അവർ മുൻപോട്ട് പോയത്. അത് ഇടതുപക്ഷം ഭരിച്ചാലും UDF ഭരിച്ചാലും ആര് ഭരിച്ചാലും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന, അവരുടെ ചരടിന്റെ അറ്റത്ത് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കും വി.ഡി. സതീശൻ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇതിപ്പോ അവര് ഇത്രയും കാലം വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവുകയില്ല എന്ന് പറഞ്ഞ ആളുകളെല്ലാം ഇപ്പം വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവും, പക്ഷേ അവർ ലീഗിന്റെ മുഖ്യമന്ത്രി ആകും എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഈ ചർച്ചകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF അധികാരം കിട്ടിയാൽ എന്നുള്ള ഒരു പോയിന്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് 78 സീറ്റ് നേടി LDF അധികാരത്തിൽ വരും എന്നുള്ള കൃത്യമായ ധാരണ ഉള്ള ഒരാളാണ്. എങ്കിൽ തന്നെയും ഇതിന്റെ ഭാഗമായിട്ട് ഇവർക്കൊക്കെ ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഒറ്റ കാര്യം പറയാം, നമുക്കിത് അവസാനിപ്പിക്കാം. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞാൽ അത് അവസാനിപ്പിക്കാം.